ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. നാട്ടികയിലെ BJP സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അസ്ഹർ മജീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാട്സാപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ്. ഇയാളുടെ ഫോണിൽ നിന്ന് വാട്സാപ്പ് സന്ദേശം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. SC/ST വകുപ്പ് കൂടി ഉൾപ്പെടുന്നതാണ് കേസ്. ഇന്ന് ഉച്ചയോടെ ഇരിങ്ങാലക്കുടയിലെ റൂറൽ SP ഓഫീസിൽ തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടക്കുന്നുവെന്ന പരാതി നൽകാൻ എത്തിയപ്പോഴായിരുന്നു അസ്ഹർ മജീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കൊടുങ്ങല്ലൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. അസ്ഹർ മജീദിനെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം അസ്ഹർ മജീദിനെതിരെ കള്ളക്കേസെടുത്തു എന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ CC മുകുന്ദൻ പ്രതിഷേധം നടത്തി. പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? ഏത് കേസായാലും പരിശോധിക്കപ്പെടണ്ടേ? അപ്പൊ ഇവിടുത്തെ സർക്കാരിന് നിലനിർത്താനുള്ളതാണ്. ഇയാൾ ഇവിടെ ഇരുന്നാൽ നമുക്ക് വളരെയേറെ അപകടം ഉണ്ടാകും, വേറെ സംശയമില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും ഇയാൾ ഇവിടെ ഇരുന്നാൽ. അതാണ് എനിക്കുള്ള പ്രതിഷേധം. എനിക്ക് വേറെ പ്രതിഷേധം കൊണ്ടുപോയി വിഷയമല്ല. ഇതിനകത്ത് ഇദ്ദേഹത്തെ നിലപാട് ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. ഇദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നാൽ നമ്മുടെ NDA സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ എല്ലാവിധ സമയങ്ങളും സ്വീകരിക്കുന്നത്. അവിടെ ഒരു CPM-ന്റെ പ്രവർത്തകനാണ്, എനിക്കിപ്പോൾ മനസ്സിലായി. CPM-ന്റെ പ്രവർത്തനം ഇതിൻ്റെ അകത്തിരിക്കുന്ന ആള് അതല്ലല്ലോ ചെയ്തിരിക്കുന്നത്. നല്ല SP CPM-ന്റെ ആളാണ് ഇവിടുത്തെ SP. കരുതി കൂട്ടി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കൊടുക്കുന്ന ഒരാളാണത്. അറസ്റ്റ് അന്യായമാണെന്നും ഗീതാ ഗോപിക്കെതിരെ അസ്ഹർ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും CC മുകുന്ദൻ പറഞ്ഞു. കൊടുക്കാൻ പോയതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ മനഃപൂർവ്വം പരാതി സ്വീകരിക്കാതെ ചില പരിപാടികൾ സൂത്രത്തിൽ പരിപാടി തയ്യാറാക്കിയ ചെക്കനെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അതിലാണ് പ്രതിഷേധിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതുള്ളത്? ആരുടെ നിർദ്ദേശമാണ് നടപ്പാക്കുന്നത്? ആരുടെ നിർദ്ദേശമാണ്? അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ YouTube നോക്കിയാൽ കാണാം. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ചും വളരെ മോശമായി. ഞാൻ ഒരു ഹരിജനായിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഒരു SC/ST എൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ അയച്ചിട്ടുണ്ട്. അവരെ പേരിൽ നടപടി സ്വീകരിക്കാതെ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുമ്പ് നിയമസഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് പാർട്ടി വെച്ച PA എന്താ ഒളിവിൽ നടക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ കേസ് അറിയാൻ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ചിലരെ മാത്രം സംരക്ഷിക്കുക, അതുപോലെ എതിർക്കുന്നവരെ മുഴുവൻ ജയിലിൽ കൊണ്ടിടുക എന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ കേരളത്തിൽ അതുപോലെ ഈ പ്രസ്ഥാനമുള്ള കാലത്ത് അവരെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനിടെ പോലീസ് അസ്ഹറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ CC മുകുന്ദനും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മുകുന്ദനൊപ്പം നിന്നതിനാണ് തന്നെ കുടുക്കിയതെന്ന് അസ്ഹർ മജീദ് പറഞ്ഞു. എന്താണ് ചിത്ര ബുദ്ധിമുട്ട്? ഒരു തെറ്റും ചേട്ടാ അവസരമുണ്ട്, സംസാരിക്കാൻ പറ്റിക്കൂടാ. അതിനെന്താ കുഴപ്പം? മൊബൈലിൽ പരിശോധിക്കോ? മൊബൈലിൽ ഒരു തെറ്റുണ്ട. പറ്റേ ഞങ്ങൾ ബഹുമാനമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോ കുഴപ്പമില്ല, സംസാരിക്കട്ടെ. നിങ്ങൾ വില പിടിക്കുന്നത് എന്താ മൊബൈലിൽ ചെയ്തവര്? നിങ്ങൾ മൊബൈലിൽ വല്ല കുഴപ്പമുണ്ടോ? ഇത് മൂന്നേട്ടനൊപ്പം നിന്നതിന് ആണ് ഇവരെന്നെ മൂന്നേട്ടനൊപ്പം നിന്നതിന് മാത്രം ഗീതാ ഗോപി കൊടുത്ത കള്ളക്കേസാണ്. യാതൊരു തെളിവില്ല. ഗീതാ ഗോപി കൊടുത്ത കള്ളക്കേസാണ്. മൂന്നേട്ടനൊപ്പം ഞാൻ നിന്നതിന് മാത്രം എന്നെ ടാർഗറ്റ് ചെയ്തത്. അതാണ് ഈ കുഴപ്പം. മൂന്നേട്ടനൊപ്പം രാഷ്ട്രീയ പ്രചരണത്തിന് നിന്നതിന് മാത്രം ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുക്കാൻ റൂറൽ സ്പീഡ് അവിടേക്ക് പോയത്. അവിടെ നിന്ന് എന്നെ പിടിച്ചിട്ടുണ്ടെന്നത്. എനിക്കെതിരെ ഒരുപാട് അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഗീതാ ഗോപി രാഷ്ട്രീയം കളിക്കുക. ഗീതാ ഗോപി കള്ളക്കേസ് കൊടുത്തത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതെ CPI-ക്കാർ തന്നെയാണ്. ആരാണ് പരാതി നൽകിയേക്കുന്നത്? ഗീതാ ഗോപി ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാതൊരു തെളിവില്ല. ഇന്ന് വരെ യാതൊരു തെളിവ് ഇവർ കാണിച്ചു തന്നിട്ടില്ല. മൂന്നേട്ടന്റെ ഒപ്പം ഞാൻ നിന്നതിനെ രാഷ്ട്രീയമായിട്ട് ടാർഗറ്റ് ചെയ്തതാണ്. യാതൊരു തെളിവില്ലാണ്ടാണ്. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ.
എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോനെക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയിറ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക.